സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി അറിയാം. ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ നിലവിലെ പോലീസ് മേധാവിയായ ഷേഖ് ദർവേഷ് സാഹിബ് ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഔദ്യോഗികമായ യാത്രയയപ്പ് നൽകുകയാണ് പോലീസ് സേന. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഇപ്പോൾ ഷെയ്ഖ് ദർവേഷ് സാഹിബിനുള്ള യാത്രയയപ്പ് ചടങ്ങ് നടക്കുകയാണ്. ഏറ്റവും ഉദ്വേഗമുള്ളത് 3 പേരുടെ പട്ടികയിൽ നിന്ന് ആരായിരിക്കും സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി എത്തുക എന്നതാണ്. ഇനി വലിയ ഊഹാപോഹങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ആ പേര് സർക്കാർ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും റവാഡ ചന്ദ്രശേഖർ ആണെങ്കിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തില്ല, ഡൽഹിയിൽ ആണ് സർവീസിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരിച്ചെത്തേണ്ടതുണ്ട്. അങ്ങനെ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്? ശ്രീജ, റവാഡ ചന്ദ്രശേഖർ തന്നെ പുതിയ പോലീസ് മേധാവിയായി എത്തുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ തൊട്ടു മുൻപത്തെ ദിവസം ചീഫ് സെക്രട്ടറിയുമായും നിലവിലെ പോലീസ് മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ഷേഖ് ദർവേഷ് സാഹിബിന് സേന വിടവാങ്ങൽ പരേഡ് നൽകുകയാണ്. അദ്ദേഹത്തിന് പേരൂർക്കട SAP ഗ്രൗണ്ടിലാണ് അത്തരത്തിലുള്ള ഒരു വിടവാങ്ങൽ പരേഡ് നൽകുന്നത്. അദ്ദേഹം സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ സെൻകുമാറിന് ശേഷം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള DGPമാരാണ് പോലീസ് മേധാവിമാരായി എത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനത്തിലുള്ള ആളുകൾ, അത് ലോക്നാഥ് ബെഹ്റയാകട്ടെ, അനിൽ കാന്ത് ആകട്ടെ, ഷേഖ് ദർവേഷ് സാഹിബ് ആകട്ടെ, ഇപ്പോൾ മറ്റൊരു പോലീസ് മേധാവി വരുമ്പോഴും റവാഡ ചന്ദ്രശേഖർ ആണെങ്കിൽ ആന്ധ്രയിൽ നിന്നുള്ള ആളാണ്. ഈ 3 പേരുടെ പട്ടികയിൽ നിതിൻ അഗർവാൾ ആയാലും റവാഡ ചന്ദ്രശേഖർ ആയിരുന്നാലും യോഗേഷ് ഗുപ്ത ആയിരുന്നാലും 3 പേരും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഏതായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്ന, അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകളും ആശയക്കുഴപ്പവും ഒക്കെ ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. കാരണം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ MR അജിത് കുമാറിനെ ഈ 6 പേരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്ന ഒരു സാഹചര്യം. അവിടെ നിന്നാണ് ഈ ADGPമാരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന ഒരു നിലയുണ്ടാകുന്നു. UPSCയുടെ ആ ഒരു നിലപാടിനെ സംസ്ഥാനം ചോദ്യം ചെയ്യുകയും മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ ADGPമാരെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ സുരേഷ് രാജ് പുരോഹിതിനെയും അതോടൊപ്പം MR അജിത് കുമാറിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 6 പേരുടെ പട്ടികയാണ് കേന്ദ്രത്തിന് അയച്ചത്. അവിടെ നിന്ന് 3 പേരുടെ പട്ടിക തിരികെ എത്തുന്നു. അതിൽ നിതിൻ അഗർവാളും റവാഡ ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ യോഗേഷ് ഗുപ്തയും ഉൾപ്പെടുന്നു. യോഗേഷ് ഗുപ്ത സർക്കാരുമായി അത്ര രസത്തിലല്ല ഇപ്പോഴുള്ളത്. അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇതുവരെ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. ഈ 2 പേരിൽ ഒരാൾ എത്തും എന്നത് തന്നെയാണ് വിവരം. അതേസമയം റവാഡ ചന്ദ്രശേഖർ എപ്പോഴായിരിക്കും ഡൽഹിയിൽ നിന്ന് അദ്ദേഹം കേരളത്തിലേക്ക് പൂർണ്ണമായും എത്തുക, അദ്ദേഹം ചാർജ് ഏറ്റെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ചില അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ 2-3 ദിവസത്തേക്ക് തൽക്കാലത്തേക്ക് ചാർജ് നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഷേഖ് ദർവേഷ് സാഹിബ് ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനുള്ള യാത്രയയപ്പ് പരേഡ് നടക്കുന്നു. നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ട ശേഷം മടങ്ങി വരാം. Now marching past complimenting the chief guest is the parade commander Shri Harish Jain IPS and parade second in command Shri Tijo KT, followed by the first platoon of Malabar Special Police led by Armed Police Inspector Shri Rajit Kumar F. Now complementing the chief guest is the second platoon of Kerala Armed Police 1st Battalion led by Armed Police Inspector Shri Shashikumar Kesti.
അനിൽ കാന്തിന്റെ പിൻഗാമിയായി The 3rd platoon സംസ്ഥാന of Kerala പോലീസ് Armed Police മേധാവിയായ 2nd ഷേഖ് Battalion, ദർവേഷ് led സാഹിബ് by Armed Police 1990 Inspector ബാച്ചിലെ Shri Manoj IPS TP, is now ഉദ്യോഗസ്ഥനാണ്. complementing the ഫയർ chief ആൻഡ് റെസ്ക്യൂ guest. ഡയറക്ടർ സ്ഥാനത്തു നിന്നായിരുന്നു അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവി പദവിയിലെത്തിയത്. കേരള കേഡർ ASP ആയി നെടുമങ്ങാട് ആണ് ഷേഖ് ദർവേഷ് സാഹിബ് അദ്ദേഹത്തിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. പിന്നീട് വയനാട്, കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും റെയിൽവേസ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നിവിടങ്ങളിൽ SP ആയും MSP, KP 2ാം ബറ്റാലിയൻ എന്നിവിടങ്ങളിൽ കമാൻഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗവർണറുടെ The 4th platoon of Kerala Armed Police 4th Battalion is ഭാഗമായി led by കൊസവോയിലും Armed Police Inspector സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. Shri കൊച്ചി Vaiju സിറ്റി C പോലീസ് is now കമ്മീഷണറായും marching അദ്ദേഹം past complementing the പ്രവർത്തിച്ചിട്ടുണ്ട്. chief guest. വിശിഷ്ട സേവനത്തിന് 2016 രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും സ്തുത്യർഹ സേവനത്തിന് 2007 ഇന്ത്യൻ പോലീസ് മെഡലും ലഭിച്ച ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷേഖ് ദർവേഷ് Now സാഹിബ്. marching past complementing the chief guest is the 5th platoon അതി of Kerala ഉത്കൃഷ്ട Armed സേവാ Police 5th പഥക്, യുണൈറ്റഡ് Battalion, നേഷൻസ് led പീസ് by കീപ്പിംഗ് Armed മെഡൽ Police Inspector എന്നിവയും Shri നേടിയിട്ടുണ്ട്. Manoharan VK. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അദ്ദേഹത്തിനുള്ള ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങാണ് ഇപ്പോൾ പേരൂർക്കട SAP പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്നത്. The 6th platoon of Kerala Armed Women Police Battalion, led by Armed Police Sub-Inspector Srimati Marina Joseph, is now marching past complementing the chief guest. Now complementing the chief guest is the 7th platoon of India Reserve Battalion, led by Armed Police Inspector Ajit Kumar G. The 8th platoon of Rapid Response and Rescue Force, led by Armed Police Inspector Shri Shivjit C, is now marching past complementing the chief guest. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ആചാരപരമായ നിരവധി ചടങ്ങുകളുണ്ട് DGP സ്ഥാനമൊഴിയുമ്പോൾ. പ്രത്യേകിച്ച് ഓർമ്മയിലുള്ളത് ഈ വാഹനം കെട്ടിവലിച്ച് കൊണ്ട് ഗേറ്റ് വരെ എത്തിക്കുന്ന തരത്തിലൊക്കെ ചടങ്ങുകളുണ്ട്. ഈ പുതിയ പോലീസ് മേധാവി ഇതോടൊപ്പം സ്ഥാനമേൽക്കുകയാണ് സാധാരണ രീതിയിൽ പതിവുള്ളത്. ഇതിപ്പോൾ ഇത്തവണ മാത്രം അതിലും വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ലേ? തീർച്ചയായും ഈ അധികാരദണ്ഡ് കൈമാറുന്നതടക്കമുള്ള ചടങ്ങുകളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഓൺലൈനായി മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്, മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ആരാകും അടുത്ത പോലീസ് മേധാവി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുക, പേര് ഏതെന്ന് പ്രഖ്യാപിക്കുക. റവാഡ ചന്ദ്രശേഖർ എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. അദ്ദേഹത്തിന് കേന്ദ്ര ക്യാബിനറ്റിൻ്റെ സെക്യൂരിറ്റി ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി അദ്ദേഹം തുടരുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം എത്തേണ്ടതുണ്ട്.
അദ്ദേഹം ഇന്നെത്തുമോ അല്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കുമോ എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹമാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ദിവസം അദ്ദേഹം ഒരുപക്ഷെ 3-ാം തീയതിയോ മറ്റോ ആയിരിക്കും അദ്ദേഹം ഈ ചുമതല ഏൽക്കുക. അങ്ങനെയെങ്കിൽ ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ മറ്റാർക്കെങ്കിലും താൽക്കാലിക ചുമതല നൽകുന്നത് ആലോചിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ADGP ലോ ആൻഡ് ഓർഡറോ അല്ലെങ്കിൽ ഇപ്പോൾ DGP റാങ്കിലുള്ള മനോജ് എബ്രാഹിം ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ചുമതല നൽകിക്കൊണ്ട് 2-3 ദിവസത്തേക്ക് ആ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹം ഇന്ന് തന്നെ അത് ഏറ്റെടുക്കുമോ എന്നതിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹമാണെങ്കിൽ, അല്ലെങ്കിൽ നിതിൻ അഗർവാൾ ആണെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. റോഡ് സേഫ്റ്റി കമ്മീഷണറായി അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. യോഗേഷ് ഗുപ്ത വരില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. കാരണം സർക്കാരുമായി അത്ര രസത്തിലല്ല. മാത്രമല്ല അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് നിൽക്കുകയും ചെയ്യുന്നു. റവാഡ ചന്ദ്രശേഖർ ആണ് വരുന്നതെങ്കിൽ അതിന് മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. കാരണം കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് അന്ന് അദ്ദേഹം തലശ്ശേരി SP ആയിരിക്കുമ്പോഴാണ് ആ ഉത്തരവിടുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള പൂർവ്വവൈരാഗ്യമോ അല്ലെങ്കിൽ ആ പ്രവർത്തകരോടുള്ള എന്തെങ്കിലും വ്യക്തി വിദ്വേഷം കൊണ്ടല്ല അങ്ങനെ ഒരു ഉത്തരവ് ഇട്ടതെന്നത് പിന്നീട് കോടതിയിൽ വാദിച്ച് ജയിക്കുകയും 2012 തന്നെ അതിൽ നിന്ന് വിമുക്തി നേടുകയും ചെയ്ത ആളാണ്. മാത്രമല്ല പിന്നീട് ഇടത് സർക്കാരിൻ്റെ കാലത്തൊക്കെ അദ്ദേഹം DIG ആയി പ്രവർത്തിക്കുകയും വളരെ സുപ്രധാനമായ പോസ്റ്റുകളിൽ ഇടത് സർക്കാർ തന്നെ അദ്ദേഹത്തെ വെക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് സിറ്റി പോലീസ് കമ്മീഷണറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് ടോട്ടൽ ഫോർ യു കേസൊക്കെ വരുന്ന സമയത്ത് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ ഉയർന്നപ്പോൾ അന്ന് CPM-നെ സഹായിക്കുന്ന തരത്തിൽ സഹായമാകുന്ന തരത്തിൽ അദ്ദേഹം നിലപാടുകൾ സ്വീകരിച്ചു എന്നതുകൂടി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യം അദ്ദേഹത്തെ DGP ആയി അവരോധിക്കുന്നതിന് തടസ്സമാകില്ല എന്ന വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖർ ആയിരിക്കും ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി എത്തുക എന്ന ഒരു സൂചന ആണ് കൃത്യമായി ശക്തമായി അങ്ങനെ നിലനിൽക്കുന്നത്. ശ്രീജ, VV വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന് ഔദ്യോഗികമായി യാത്രയയപ്പ് നൽകുകയാണ് പേരൂർക്കട SAP ക്യാമ്പ് ഗ്രൗണ്ടിൽ. പുതിയ പോലീസ് മേധാവി ആര് എന്നതിൽ അവസാന പേരുകളിലേക്ക് എത്തുമ്പോൾ പോലും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പരേഡ് പുരോഗമിക്കുന്നു SAP ക്യാമ്പ് ഗ്രൗണ്ടിൽ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങിയെത്താം. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതുതന്നെയാണ് എന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും ഒരു തീരുമാനം വരുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കൊക്കെ തന്നെ മടങ്ങിയെത്താം.